അതായത് ഇപ്പോൾ ഒരു ജനാധിപത്യത്തിൻ്റെ ഔപചാരിക ഉള്ളടക്കം തന്നെ തകരുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് നമ്മുടെ അറിവ്, നമ്മുടെ സ്ഥാപനങ്ങൾ, പാർലമെൻറ്റ്, നീതിന്യായ വ്യവസ്ഥ, ഇതിലൊക്കെ തന്നെ ജനാധിപത്യ ഉള്ളടക്കം തകരുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ICHR ഒക്കെ എടുത്താൽ ICHRലൊക്കെ ഒരു ഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ ലോകം അംഗീകരിച്ച ചരിത്ര പണ്ഡിതന്മാരാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 5-8 വർഷം മുമ്പ് ICHR റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ റോമില ഥാപ്പർ അതിനെക്കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞത്, എനിക്കറിവില്ലാഞ്ഞിട്ടായിരിക്കും, ഇവരെയൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അവർ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ടാണ് പറഞ്ഞത്. കാരണം റോമില ഥാപ്പറെ പോലെ ലോകം ആദരിക്കുന്ന ഒരു ചരിത്രകാരിക്ക് ഒരു പരിചയമില്ലാത്ത കുറേ ആളുകൾ ICHRൽ വരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഹിന്ദുത്വ ഇന്ത്യയിൽ ചെയ്യുന്നൊരു പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങളെയും അതിൻ്റെ വൈജ്ഞാനികവും അക്കാഡമിക്കുമായ എല്ലാ തലങ്ങളിലും തകർക്കുക എന്നുള്ളതാണ്. ഒരു ഏറ്റവും താണ നിലവാരത്തിലേക്ക് സ്ഥാപനങ്ങളെ എത്തിക്കുക. ഏറ്റവും താണ ഒരു വൈജ്ഞാനിക, ഇപ്പോൾ ഋത്തിക് ഘട്ടക്കോ അല്ലെങ്കിൽ ശാംബനകലോ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനമായിരുന്നു പൂല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ മഹാഭാരതത്തിൽ ദുശാസനോ ദുര്യോധനോ മറ്റായിട്ട് അഭിനയിച്ച ഒരാൾ അതിൻ്റെ ഡയറക്ടറാവുന്നു. എന്നിട്ട് അയാൾക്ക് തോന്നിയ, നോക്കൂ, ലോകത്തെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളിൽ ഒന്നിൽ അതിൻ്റെ പരിസരത്ത് പോലും വരാൻ അക്കാഡമിക്കായിട്ട് യോഗ്യതയില്ലാത്ത, അറിവില്ലാത്ത ആളുകൾ വന്നിരിക്കുകയാണ്. എന്നിട്ട് അവർ ഈ സ്ഥാപനത്തെ ഇല്ലാണ്ടാക്കുകയാണ്, അവരുടെ നിലവാരത്തിലേക്ക് എത്തിക്കുകയാണ്. ഈ സ്ഥാപനം തകർക്കുന്നതിനേക്കാൾ മാരകമാണത്. കാരണം ആ നിലവാരത്തിൽ അത് റീസെറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അതിനെ റീബിൽഡ് ചെയ്യാൻ പറ്റില്ല. അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം കാണൂ നരേറ്റീവ് യൂട്യൂബ് ചാനലിൽ.